എൻ്റെ ലൈഫിൽ ഞാൻ പുതിയൊരു സംരംഭം തുടങ്ങാൻ പോകാണെന്നിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇനാഗ്രേഷനാണ് ഗൈസ് ഈ വരുന്ന സൺഡേ. നേരത്തെ അത്ര ഹെവി ആയിട്ടൊന്നും അല്ല, ലൈറ്റായിട്ട് നമ്മൾ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മളൊരു ഷോപ്പൊക്കെ എടുത്തതുകൊണ്ട് അതങ്ങനെ ഒരു ഇനാഗ്രേഷൻ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ടാറ്റയ്ക്ക് മണിയുണ്ട്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ സന്തോഷത്തിന് എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വരുന്നുണ്ട്. അപ്പോൾ എറണാകുളത്ത് ലുലുവിൽ വന്നവർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷാക്കിറും റിഷാദും കൂടെയാണ് അമ്മേനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അമ്മേനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഗൈസ്. കാരണം എനിക്കറിയില്ല, എനിക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എൻ്റെ അമ്മയൊന്ന് ഫോൺ ചെയ്താലും അല്ലെങ്കിൽ ഒന്ന് കണ്ടാൽ കിട്ടുന്ന ആ ഒരു സന്തോഷം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. അങ്ങനത്തെ ഒരു ഫീലുണ്ട് എനിക്ക് എൻ്റെ അമ്മേനെ കാണുമ്പോൾ. അപ്പോൾ അമ്മ വന്നതിന് ശേഷം നമ്മളെല്ലാം കൂടെ ലുലുവിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. എഴുത്തമ്മയൊന്നും ഇല്ല കേട്ടോ, എഴുത്തമ്മയ്ക്ക് പനിയാണ്. പിന്നെ അതുപോലെ എഴുത്തമ്മയുടെ അച്ഛൻ വരികയാണ് ഈ ശനിയാഴ്ച. അപ്പോൾ എഴുത്തമ്മ അവിടുന്ന് പോയി. അപ്പോൾ താട്ടയ്ക്കും വരാൻ പറ്റിയില്ല, എൻ്റെ അമ്മ വന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പുടിന് അവിടെ ടോയല്ല അവിടെ മുകളിൽ ഗെയിംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്ക് കയറ്റാം, എന്നിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. വിഷ്ണുട്ടാ എന്താ പോലെ ചന്തയിലും പോയിട്ട് വരണോ? ഞാൻ പേജിൻ്റെ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഡിലീറ്റ് ആയിപ്പോയി. ഞാൻ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റയിൽ വന്നു കഴിയുമ്പോൾ പേജ് ഇൻസ്റ്റയിലുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനാഗ്രേഷൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോഴല്ല ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനാഗ്രേഷൻ്റെ വീഡിയോ നമ്മൾ അന്ന് ഇടണ്ട കേട്ടോ. അപ്പോൾ അമ്മ ഞായറാഴ്ചത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച തന്നെ തിരിച്ചു പോകും. അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മേനെ തിരിച്ചു വിടും. തിരുവങ്ങ എത്തിയതിന് ബിരിയാണി കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നി അമ്മയ്ക്കും അങ്ങനെ. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ള സോഡ വാങ്ങിച്ചു, ഉപ്പും നാരങ്ങയും കൂടെ അത് കുടിച്ചു. നേരെ വീട്ടിലേക്ക് പോയി ഗൈസ്.